നെക്സ്റ്റ് പറയുന്നത് എലമെന്റ്സ് ഓഫ് സെൻസേഷൻ എന്തൊക്കെയാണെന്നാണ്. എന്തൊക്കെ എലമെന്റ്സ് ഓഫ് സെൻസേഷൻ നമുക്ക് തന്നെ ചിന്തിച്ചാലറിയാം എന്തൊക്കെയാണ്. ആദ്യം നമ്മൾ ഈ ഫിസിക്കൽ സിഗ്നൽസിനെ റിസീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്പെഷ്യലൈസ് സെൽസ് വേണം അല്ലെ. അതായത് കേൾക്കാൻ പറ്റുന്ന സെൽസ്, കാണാൻ പറ്റുന്ന സെൽസ്. അപ്പം ഈ ഒരു സ്പെഷ്യലൈസ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യലൈസ് സെൽസ് ദാറ്റ് കൺവേർട്ട് വേരിയസ് ഫോംസ് ഓഫ് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ സ്പെഷ്യലൈസ് സെൽസിനെയാണ് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. റിസപ്റ്റേഴ്സ് മാത്രം മതിയോ? പോരാ. റിസീവ് ചെയ്ത എനർജിയെ നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഏത് എനർജി? നമുക്ക് ബ്രെയിനിന് മനസ്സിലാക്കാൻ പറ്റുന്ന എനർജി വേണം അല്ലെ. സോ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ, അതിനെ നമ്മൾ എന്താ പറയുന്നത്? ട്രാൻസ്ഡക്ഷൻ. ഓക്കെ. സോ സെൻസറി റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഫിസിക്കൽ ആയിട്ടുള്ള എനർജിയെ റിസീവ് ചെയ്യും. ഫിസിക്കൽ എനർജി എന്ന് പറയുമ്പോൾ അത് സൗണ്ട് ആവാം, ലൈറ്റ് ആവാം, സ്മെൽ ആവാം. ഓക്കെ. ഈ റിസീവ് ചെയ്യുന്ന എനർജിയെ നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഡക്ഷൻ എന്ന പ്രോസസ്സിലൂടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതിയോ? പോരാ. അതിനെ നമ്മൾ എങ്ങോട്ട് അയക്കണം? ബ്രെയിനിലേക്ക് അയക്കണം. അതിനെന്ത് വേണം? നമുക്ക് സെൻസറി പാത്വേസ് വേണം. സെൻസറി പാത്വേസ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ത് ചെയ്യും? ഈ നമ്മൾ കൺവേർട്ട് ചെയ്ത ഇലക്ട്രിക്കൽ എനർജി ഉണ്ടല്ലോ, ഫിസിക്കൽ എനർജിയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ഇലക്ട്രിക്കൽ എനർജി, അതിനെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും? ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് വഴി ബ്രെയിനിലോട്ട് അയക്കും. ഓക്കെ. സോ നമ്മുടെ എലമെന്റ്സ് ഓഫ് സെൻസേഷൻ എന്തൊക്കെയാ? ഇപ്പൊ സെൻസേഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക്? സെൻസറി റിസപ്റ്റേഴ്സ് വേണം, ട്രാൻസ്ഡക്ഷൻ പ്രോസസ് നടക്കണം, പിന്നെ എന്ത് വേണം? സെൻസറി പാത്വേസ് വേണം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ഒരു റൈമിംഗ് ഉണ്ട് കേട്ടോ. ക്വാളിറ്റി, ക്ലാരിറ്റി, ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കാം. പിന്നെ എന്താ ഉള്ളത്? ഇന്റൻസിറ്റി, എക്സ്റ്റൻസിറ്റി, പ്രൊപ്പൻസിറ്റി. എളുപ്പമാണ് പഠിക്കാൻ, ഓർക്കാനും എളുപ്പം. എന്താ? ക്വാളിറ്റിയും ക്ലാരിറ്റിയും. സെൻസേഷൻ ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നില്ലേ? നമുക്കിപ്പം ഫീൽ ചെയ്യുന്ന ഇപ്പൊ ഒരു ചൂട് എന്ന് പറഞ്ഞാല് അത് എന്താ ചൂട്? മീൻസ് ഭയങ്കര ചൂടാണോ, ചെറിയ ചൂടാണോ? ഇല്ലേ? നമുക്കൊരു ക്വാളിറ്റി പറയാനില്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ടേസ്റ്റ് ആണെന്ന് വെച്ചോ, അത് മധുരമാണോ, ഉപ്പ് രസമാണോ, പറയാം അല്ലേ? സോ ക്വാളിറ്റി ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ. നമുക്ക് പറയാം ഇതൊരു ബ്ലർഡ് ഇമേജ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ക്ലിയർ വിഷൻ ആണ് എന്ന് പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് അതിന്റെ ക്ലാരിറ്റിയെ കുറിച്ചും പറയാം. പിന്നെ സെൻസേഷന്റെ നമുക്ക് എന്തൊക്കെ പറയാം? ഇന്റൻസിറ്റി പറയാം. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര സ്ട്രോങ് ആയിട്ടാണ് ആ സെൻസേഷൻ വരുന്നത്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, നല്ലൊരു ബിരിയാണി വെക്കാന്ന് വെച്ചോ, അതിന്റെ മണം വരത്തില്ലേ? നല്ല മണം അടിക്കത്തില്ലേ? അല്ലേ? നമ്മൾ അടുത്ത് നിൽക്കുന്ന കിച്ചണിലോട്ടൊക്കെ പോകുമ്പോൾ എന്താണ്? ഒരു നല്ല ഭയങ്കരമായിട്ടൊരു സ്മെല്ലാ വരുന്നത്. അല്ലാതെ ചെറിയൊരു സ്മെല്ലാണോ? നമ്മൾ നോട്ടീസ് ചെയ്യാൻ പോലും അല്ലാത്ത സ്മെൽ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് നല്ല മണമുണ്ട്, അല്ലെങ്കിൽ ഇച്ചിരിയ മണമുള്ളൂ. അപ്പൊ എന്താണ്? നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി നമുക്കൊരു ക്വാളിറ്റി ആയിട്ട് പറഞ്ഞൂടെ? പറയാം. സോ ഇന്റൻസിറ്റി. പിന്നെ എന്താണ്? എക്സ്റ്റൻസിറ്റി. എക്സ്റ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഏരിയയിലാണ് അത് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പൊ ചൂട് നമ്മൾ ഒരു എന്താ പറയാ, നമ്മുടെ വിരൽ തുമ്പത്ത് ചൂട് തട്ടുന്നതും നമ്മുടെ കൈ വെള്ളയിൽ ചൂട് തട്ടുന്നതും ഒരുപോലാണോ? അല്ല അല്ലേ? വിരൽ തുമ്പത്ത് തട്ടുന്നതിന് എന്താണ്? നമുക്ക് അതിന്റെ എക്സ്റ്റൻസീവ് എത്ര പോർഷൻ എക്സ്പോസ്ഡ് ആണോ അത് കുറവാണ്. എന്നാൽ കയ്യിൽ തട്ടുമ്പോഴോ, ഫുള്ള് കൈത്തണ്ടയിൽ തട്ടുമ്പോഴോ അത് വളരെ കൂടുതൽ ഏരിയയിൽ തട്ടുന്നുണ്ട് അല്ലേ? സോ നമുക്ക് അതിന്റെ എക്സ്റ്റൻസിറ്റി എത്രയുണ്ടെന്ന് പറഞ്ഞൂടെ? ഒരു സെൻസേഷന്റെ എക്സ്റ്റൻസിറ്റി എത്രയുണ്ടെന്ന് പറയാം. പിന്നെ പ്രൊപ്പൻസിറ്റി. പ്രൊപ്പൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എത്ര നേരം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര നേരം നമുക്ക് ആ സെൻസേഷൻസ് നിൽക്കുന്നുണ്ട്. ഓക്കെ. ഒരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേൾക്കുന്ന സൗണ്ടും പിന്നെ എന്താ പറയാ, ഒരു പാട്ട് കേൾക്കുന്ന പോലെ കുറെ നേരം കേൾക്കുന്ന അല്ലെ? ഡ്യൂറേഷൻ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ സ്റ്റിമുലസിൽ നമുക്ക് വരുന്ന ഒരു സ്റ്റിമുലസിനെ നമുക്ക് എന്തൊക്കെയായിട്ട് ക്യാരക്ടറൈസ് ചെയ്യാം? അതിന്റെ ക്വാളിറ്റി എന്താന്ന് പറയാം, അതിന്റെ ക്ലാരിറ്റി എങ്ങനെയാന്ന് പറയാം, അതിന്റെ ഇന്റൻസിറ്റി എന്താന്ന് പറയാം, അത് എത്ര എക്സ്റ്റെൻസീവ് ആണെന്ന് പറയാം, പിന്നെ അതിന്റെ പ്രൊപ്പൻസിറ്റിയെ കുറിച്ചും പറയാം. സോ സെൻസേഷന് ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് മൊഡാലിറ്റീസ് നോക്കാം. മൊഡാലിറ്റീസ് എന്തൊക്കെയാ? സെൻസറി മൊഡാലിറ്റീസ് എന്തൊക്കെയാ? എളുപ്പം ഓർത്ത് വെക്കാം. നമുക്ക് സെൻസ് ഓർഗൻസ് അറിഞ്ഞാൽ അതിന്റെ പാർട്ടായിട്ടാണ് ഈ മൊഡാലിറ്റീസ് വരുന്നത്. അപ്പൊ വിഷൻ എന്തിന്റെയാണ്? ഐസിന്റെ അല്ലെ? ലൈറ്റ്, കളറ്, ഇതെല്ലാം വരുന്ന എന്തിലാണ്? വിഷനിലാണ്. പിന്നെ ഓഡിഷൻ വരുന്നതോ? സൗണ്ട് വേവ്സിന്റെ, ഇയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ വൈബ്രേഷനെയാണ്, പെർസെപ്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് ആൻഡ് വൈബ്രേഷൻസിനാണ് നമ്മൾ ഓഡിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓൾഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്മെല്ല്. ഓക്കെ. നോസുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരം മണത്തിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. സോ പെർസെപ്ഷൻ ഓഫ് കെമിക്കൽ സ്റ്റിമുലൈ സച്ച് ആസ് ഓർഡേഴ്സ്, അതെന്താണ്? ഓൾഫാക്ഷൻ ആണ്. പിന്നെ ഗസ്റ്റേഷൻ എന്ന് പറയുന്നത് ടേസ്റ്റ്, ടങ് ആയിട്ട് വരുന്നത്. ഓക്കെ. സോ ഗസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? പെർസെപ്ഷൻ ഓഫ് സ്വീറ്റ് ആണോ, സോർ ആണോ, സോൾട്ടി ആണോ, ബിറ്റർ ആണോ, ഇതൊക്കെ പറയുന്നത് എന്താണ്? ഗസ്റ്റേഷൻ ആണ്. പിന്നെ ടാക്ടൈൽ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ സെൻസ് ഓർഗൻ ഏതാണ്? നമ്മുടെ സ്കിന്നാണ് അല്ലെ? സോ സ്കിന്നിൽ ഫീൽ ചെയ്യുന്നതാണ് പെർസെപ്ഷൻ ഓഫ് ഫീലിംഗ് ബൈ ദ സ്കിൻ.
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാക്ടൈൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എന്താ, ചൂടാണോ തണുപ്പാണോ പെയിൻ ഉണ്ടോ, ഇതെല്ലാം ടാക്ടൈലിൽ വരുന്നതാണ്. ഇതാണ് സെൻസറി മൊഡാലിറ്റീസ്. ഇനി നമ്മളെ നമുക്ക് കിട്ടുന്ന ഒരു സെൻസറി ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ പ്രോസസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ നമ്മൾ എലമെന്റ്സ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് എലമെന്റ്സിന്റെ വേറൊരു രീതിയിൽ പറയുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ്, ആദ്യം ഒരു സ്റ്റിമുലസ് വരും അല്ലെ, പുറത്തൊരു ഫിസിക്കലി നമുക്കിപ്പോ കാറ്റടിച്ചു, ആ ഒരു എന്താ പറയാ കാറ്റ്, ആ മൂവ്മെന്റ്, വിൻഡിന്റെ ആ മൂവ്മെന്റ്, എയറിന്റെ ആ മൂവ്മെന്റ് നമുക്ക് കയ്യിലോ നമ്മുടെ സ്കിന്നിലോ ഫീൽ ചെയ്യുന്നു. അതെന്തായി, ഒരു ഫിസിക്കൽ എനർജി ആയി അല്ലെങ്കിൽ ഒരു കെമിക്കൽ എനർജി ആയി നമ്മുടെ സ്പെഷ്യൽ സെൽസിൽ വന്നു വീണു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും അല്ലെ. സെൻസറി റിസപ്റ്റേഴ്സ് ഈ സ്റ്റിമുലസിനെ, ഇതിപ്പോ ഒരു പ്രഷർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആയിട്ടോ തോന്നുന്നതിനെ ഇലക്ട്രിക്കൽ പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, ഈ ഇലക്ട്രിക്കൽ പൾസസിനെ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച് എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, ബ്രെയിനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് സെൻസറി ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു സെൻസറി ഇൻഫർമേഷൻ, സെൻസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു.